ഇന്ന് നിഫ്റ്റിയിൽ അധികം അനക്കങ്ങളില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ പോളിസിയെ കുറിച്ചുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. കൺഫേംഡ് അല്ല. ഗോൾഡ് മോണിറ്റൈസേഷനാണ്. അതായത് നമുക്ക് ഗോൾഡ്, അതായത് ഹൗസ് ഹോൾഡ് ഗോൾഡ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാം. അതായത് മിക്കവാറും അത് വരിക SBI പോലുള്ള ബാങ്കുകളിലായിരിക്കും. അവരതിന് 2.25 to 2.5% ഇൻട്രസ്റ്റ് വരും. അത് ആ ഗോൾഡ് അവർ ഒരുക്കി അത് അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. നമുക്കത് കാലാവധി കഴിയുമ്പോൾ ഗോൾഡായിട്ടോ ക്യാഷായിട്ടോ തിരിച്ചെടുക്കാം. അതിന് ടാക്സ് എക്സെപ്ഷനും ഉണ്ടാവും. ഇതൊരു നല്ല ഓഫറാണ്. അത് തന്നെയല്ല, ഇനി വരുമ്പോൾ അത് പ്രാക്ടിക്കലി 1 ഗ്രാം വരെ, അതായത് ഒരു പവൻ്റെ ഏകദേശം 8 വരെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഉണ്ട്, അത് തന്നെ ഡിജിറ്റൈസ്ഡ് ആണ്, പിന്നെ ഇൻട്രസ്റ്റ് കിട്ടും. ഇതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതായത് ക്യാഷ് കൂടുതൽ പുറത്തേക്ക് വരും. അപ്പോൾ സ്റ്റോക്സ്, നിഫ്റ്റി മുതലായവയിൽ കൂടുതൽ നിക്ഷേപം വരാൻ സാധ്യതയുണ്ട്. അതുതന്നെ ബാങ്കിങ് സെക്ടറിൽ അവരുടെ മാർജിൻ കൂടാനാണ് സാധ്യത. കാര്യം അവരാണ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് വരിക. പക്ഷേ സൂക്ഷിക്കേണ്ടത് ജുവല്ലറി സൈഡിൽ ഉള്ള ഇൻഡസ്ട്രികളാണ്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നാലേ പറയാൻ പറ്റുള്ളൂ. റുപ്പി നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ജുവല്ലറി കല്യാണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഒരു വലിയ എക്കണോമിക്കൽ ഷിഫ്റ്റ് ഇത് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താണെങ്കിലും ഇത് സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ കീഴിൽ ആയിരിക്കണം. വീക്കെൻഡിൽ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടുള്ള ഒരു ടോക്ക് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.